ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ജീരകക്കോഴിയാണ്. അതായത് പ്രസവിച്ച് ആ മരുന്നൊക്കെ കഴിഞ്ഞ് പിന്നെ കഴിക്കുന്നതാണ് ജീരകക്കോഴി. അതല്ലാതെ സാധാരണ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ജീരകക്കോഴി. ഇത് ഈ ഒരു ടൈമിലാണ് കഴിക്കേണ്ടത്. ഞാറ്റുവേലൻ്റെയൊക്കെ ആ ഒരു ടൈമിലാണ് കഴിക്കാറുള്ളത്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒന്നാണിത്. നമ്മൾ മരുന്നൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് മിക്സിയിലടിച്ച് പാല് പിഴിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് 2 ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിടിക്കോഴി എന്ന് പറയും. ചെറിയ കോഴിനാണ് നമുക്ക് വേണ്ടത്. ഇത് 2 എണ്ണമാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. വലിയ പീസായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് 250 ഗ്രാം ചെറിയ ഉള്ളി വേണം. ഇതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പേസ്റ്റാക്കി എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരു ചെറിയ ഉള്ളി 2ആയി കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇത് അടുപ്പത്ത് വെച്ച് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഈ പൊടികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ വറുത്തിട്ടും ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതല്ലെങ്കിൽ ഇങ്ങനെ പൊടിയേരി ചേർക്കുന്നില്ലെങ്കിൽ മല്ലി, ചെറിയ ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടെ വറുത്തിട്ട് പൊടിച്ചെടുത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇന്ദുപ്പാണ് ചേർക്കാറുള്ളത്. ഇന്ദുപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഈ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇതിനി നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇതുവരെ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. ഇതാ കണ്ടല്ലോ, ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചിക്കൻ വെന്തതിന് ശേഷം അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ കുറച്ച് വെള്ളം വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് ഞങ്ങൾ. ചിക്കനൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒന്ന് വറവിട്ട് ചേർക്കാനുണ്ട്. അതായത് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് വറവിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ അങ്ങനെ കൂടെ ചേർക്കണേ. ഈ ജീരകക്കോഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതല്ല നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇതുപോലെയാണോ അതല്ലെങ്കിൽ വേറെ രീതിയിലാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്